ഗുഡ് മോർണിംഗ് മക്കളെ. എന്നാണ് വിശേഷമൊക്കെ? സുഖമല്ലേ എല്ലാവർക്കും? നമ്മുടെ വെക്കേഷൻ ഒക്കെ തീരാറാകുക അല്ലേ? ഇനി നമ്മൾ സീരിയസ് ആയിട്ട് പഠിത്തത്തിലേക്ക് കയറണം. ഓക്കെ, എക്സസൈസ് 1.3-ലെ പേജ് നമ്പർ 18 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2. നമുക്കറിയാവുന്ന കാര്യം നോക്കാം. വെരിഫൈ എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി നോട്ട് ഈക്വൽ എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി ആണ് നമ്മൾ തെളിയിക്കണം. ഏത് എക്കും ബിക്കും സിക്കും വാല്യൂസ് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാൻ പോകും. A12 B-4 C2. സെക്കൻഡ് ക്വസ്റ്റ്യൻ A-10 B1 C1. ഇത് കൊടുത്താൽ ഈക്വൽ അല്ല എന്ന് തെളിയിക്കണം. നമ്മൾ ഇൻറ്റു ആണപ്പം ഇൻറ്റു വന്നപ്പം, അതായത് എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിയിച്ചതാണിത്. എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണേ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ഇൻറ്റു സി ആണ്. ഇത് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഈക്വൽ ആയിരിക്കും, പക്ഷെ ഡിവൈഡ് ചെയ്താൽ ഈക്വൽ അല്ല എന്ന് നമ്മൾ തെളിയിക്കണം. അതിന് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പർ അതിന്റെ സ്ഥാനത്തിട്ട് കൊടുത്തല്ല എന്ന് തെളിയിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് വേണ്ടത് എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി നോട്ട് ഈക്വൽ എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി ആണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ LHS RHS രണ്ടും ചെയ്താൽ മതി. ഇതാണല്ലോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന LHS, ഇത് RHS. അപ്പൊ ആദ്യം ഞാൻ LHS ചെയ്യാൻ പോവാണ്. LHS എന്താണ്? എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എ എത്രയാണ്? 12. കണ്ടോ, A12 കൊടുത്തു. ഡിവൈഡ് ആണ് അടുത്ത സൈൻ, അടുത്ത ബ്രാക്കറ്റ്. ബി -4 അത് കൊടുത്തു. മൈനസ് എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കുക. പിന്നെ അടുത്ത സൈൻ പ്ലസ്, പിന്നെ C2. ആദ്യം വാല്യൂസ് എല്ലാം കൊടുത്തു. ഓക്കെ, അടുത്ത നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോവാണ് മക്കളെ. 12 ഡിവൈഡഡ് ബൈ, അപ്പൊ 12 ആദ്യം അതുപോലെ എഴുതി. അടുത്ത ബ്രാക്കറ്റ് ചെയ്യാം. 12 മാറ്റമൊന്നും പറ്റില്ല. ബ്രാക്കറ്റ് -4-ഉം +2-ഉം കൂടെ ആഡ് ചെയ്യാം. ഒരു പ്ലസും മൈനസും ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്താൽ 4-ന്ന് 2 പോകെ 2. എന്നിട്ട് ആരുടെ സൈൻ കൊടുക്കണം? വലുത്. വലുത് 4 അല്ലേ? 4ന്റെ സൈൻ മൈനസ്, അപ്പൊ മൈനസ് കൊടുത്തു. ഓക്കെ, അടുത്ത എന്നാ വന്നിരുന്നത്? ഡിവിഷൻ. നമ്മൾ മുമ്പേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മൾ നോക്കത്തില്ല, സൈൻ നോക്കാതെ തന്നെ ചെയ്യുക. 12-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6. എന്നിട്ട് ഇത് പ്ലസ്, ഇത് മൈനസ്. ഒരു പ്ലസും മൈനസും കൂടെ ഡിവൈഡ് ചെയ്താൽ ആൻസർ മൈനസ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? -6. അപ്പൊ LHS ചെയ്തു. ഇനി നമുക്ക് RHS എടുത്ത് ചെയ്യാം. RHS എന്ന് പറഞ്ഞാൽ ഏതാണ്? എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി. എയുടെ വാല്യൂസ് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. 12 ഡിവൈഡഡ് ബൈ ബി എത്രയാ മക്കളെ? -4. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അടുത്ത സൈൻ നമ്മൾ ആ ഫോമുല അവർ തന്നിരിക്കുന്നതിനകത്തോട്ട് നേരെ വാല്യൂസ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത ബ്രാക്കറ്റ് എ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ സി എത്രയാ? 2. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇസ് ഈക്വൽ ടു 12 4 ഡിവൈഡ് ചെയ്തേ 3. ഇനി ഏത് സൈൻ കൊടുക്കണം? പ്ലസ് മൈനസ്. അപ്പൊ സൈൻ എന്താ വരും? മൈനസ്. മക്കളെ എപ്പോഴും പറയുന്ന പോലെ എന്ത് ചെയ്യണ്ട? സൈൻ ആദ്യം നോക്കണ്ട, കാൽക്കുലേഷൻ ചെയ്തോ. ആർക്കൊക്കെ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രം സൈൻ നോക്കാതെ ചെയ്യാം. മറ്റേ പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാം. 12 ഡിവൈഡ് ബൈ 2. 12-നെ 2 കൊണ്ട് കഴിയുമ്പോൾ 6. ഇവിടെ രണ്ടും പ്ലസ് ആണ്. +12-ഉം +2-ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് ആൻസർ? പ്ലസ് തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത് വന്നു. ഇനി അടുത്ത് വന്നിരിക്കുന്ന കാൽക്കുലേഷൻ അഡീഷൻ. ഒരു പ്ലസും ഒരു മൈനസും. ഒരു പ്ലസ് മൈനസും ആഡ് ചെയ്യാൻ വന്നാൽ സബ്ട്രാക്ട് ചെയ്യും അല്ലേ? 3. ആരുടെ സൈൻ? വലുത്. വലുത് 6 ആണ്. അപ്പൊ +3. ഈക്വൽ ആണോ? LHS ചെയ്തപ്പോൾ -6, RHS ചെയ്തപ്പോൾ 3. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ എഴുതുന്ന അറിയാമോ? LHS നോട്ട് ഈക്വൽ RHS. അപ്പൊ ആദ്യം എഴുതേണ്ടത് ഇങ്ങനെയാണ്. LHS നോട്ട് ഈക്വൽ RHS. എന്നിട്ട് എഴുതണം LHS നോട്ട് ഈക്വൽ RHS. എന്നിട്ട് therefore എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് എഴുതണം. എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി നോട്ട് ഈക്വൽ എ ഡിവൈഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി. എല്ലാ ക്വസ്റ്റ്യൻ ഒന്നും എടുത്തത്. ഓക്കെ, എളുപ്പമല്ലേ? അത് എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ബി ചെയ്യാൻ പോവാണ്. വാല്യൂസ് കൊടുത്തേക്കാം മുമ്പത്തെ പോലെ തന്നെ. ആദ്യം LHS എടുത്തു.
LHS എന്നാണ് A ഡിവൈഡഡ് ബൈ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്യാൻ അല്ലേ. ഇനി നിങ്ങളിത് തന്നെ ആയിരിക്കും, ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻ കണ്ടു നിങ്ങൾ ബുക്കിലോട്ട് ചെയ്യുവാണ്. നിങ്ങളുടെ എത്ര മക്കളെ ഇവിടെ -10 ഡിവിഷന്റെ സൈൻ, പിന്നെ B + C. ഇവിടുത്തെ B എത്രയാണ് 1 പ്ലസ് ഇവിടെ C എത്ര തന്നെയാണ് 1 അല്ലേ. ഒരു ബ്രാക്കറ്റ്. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം അല്ലേ. -10 അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ +1 രണ്ട് 1 ആഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. 2 പ്ലസ് സൈൻ ആണ് ആഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്തായാലും ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് 2 ആരുടെ സൈൻ കൊടുക്കും, പ്ലസ് അല്ല, 2 പ്ലസ് ആണ് പ്ലസ് തന്നെ. 2 മൈനസ് ആണെങ്കിലും ആൻസർ എന്താ വരും, മൈനസ് വരും. ആഡ് ചെയ്തിട്ട് മൈനസ്. ഡിവിഷൻ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ 5 മൈനസ് പ്ലസ്, മൈനസും പ്ലസും ഡിവിഷൻ വന്നാൽ മൈനസ്. അപ്പൊ ആൻസർ തന്നെ മക്കളെ മൈനസ്. ഇത് അറിയാമല്ലോ അല്ലേ, സൈൻ അറിയാമല്ലോ. ഇനി നമ്മൾ RHS അങ്ങ് എഴുതുവാണ്. A ഡിവൈഡഡ് B പ്ലസ് A ഡിവൈഡഡ് ബൈ C. ഓക്കെ, A എത്രയാണ് -10 ഡിവൈഡഡ് ബൈ B എത്രയാ 1 അല്ലേ, പ്ലസ് A ഡിവൈഡഡ് ബൈ C. A എത്രയാ -10 മൈനസ് ബ്രാക്കറ്റ് കൊടുക്കുക അല്ലേ, ഡിവൈഡഡ് ബൈ C എത്രയാ 1 ഇസ് ഈക്വൽ ടു 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഏത് സംഖ്യയെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം സംഖ്യ തന്നെ കിട്ടും. അപ്പൊ 10 തന്നെ. സൈൻ എന്നാ, ഇത് മൈനസ് ഇത് പ്ലസ്. പ്ലസും മൈനസും കൂടെ ആണ് ഡിവിഷൻ വരുന്നെങ്കിൽ എഴുതാം. പ്ലസും മൈനസും ഡിവൈഡ് ചെയ്യാൻ വന്നാൽ ആൻസർ മൈനസ്. ഇവിടെ എന്നാ വരും -10. ഇനി അടുത്ത സൈൻ കൊടുത്തു പ്ലസ്. ഇവിടെ 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സെയിം തന്നെ 10. ഇവിടെ മൈനസും പ്ലസും ആൻസർ എന്നാണ് മൈനസ്. ഇവിടെ നോക്കിയേ -10ഉം -10ഉം ഇവിടെ ആഡ് ചെയ്യാം. 2 മൈനസ് ആഡ് ചെയ്യാൻ വന്നാൽ 2 മൈനസ് സൈൻ ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്യും നമ്മൾ. എന്നിട്ട് എന്ത് സൈൻ കൊടുക്കും, മൈനസ് സൈൻ ആഡ് ചെയ്ത് 20 എന്നിട്ട് മൈനസ് സൈൻ -20. ഇവിടെ ആൻസർ -5, ഇവിടെ ആൻസർ -20. അപ്പൊ നമ്മൾ എന്നെ എഴുതി ഈക്വൽ ആണോ, അല്ല. LHS നോട്ട് ഈക്വൽ RHS. LHSഉം RHSഉം ഈക്വൽ അല്ല. therefore നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതും. A ഡിവൈഡഡ് ബൈ B പ്ലസ് C നോട്ട് ഈക്വൽ A ഡിവൈഡ് ബൈ B പ്ലസ് A ഡിവൈഡ് ബൈ C എന്ന് നമ്മൾ ആൻസർ ഫൈനൽ ആൻസർ എഴുതുക. എളുപ്പമല്ലേ മക്കളെ. ഇത് തന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു, നമ്മൾ ആൻസർ എഴുതുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യത്തെ ഒരെണ്ണം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ, ഇത് എന്ത് ചെയ്യാനാണ് പെട്ടെന്ന് ഓർക്കുമായിരിക്കും. ഇല്ല, ആദ്യത്തേത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് വൺ നിങ്ങൾക്ക് തന്നെ ചെയ്യത്തില്ലേ. സൈനുകളെല്ലാം ഓർത്തിരിക്കുക. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സൈൻ കൊടുക്കുന്നത് സെയിം പോലെയാണ്. ആദ്യം നിങ്ങൾ സൈൻ നോക്കാതെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാനും ഡിവൈഡ് ചെയ്യുക. അതിന് ശേഷം സൈനുകൾ നോക്കുക. പ്ലസും മൈനസും വന്നാൽ മൈനസ്, 2 മൈനസ് വന്നാൽ പ്ലസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ മക്കളെ, ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്റർ തീരാറായി. നെക്സ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ തന്നെ തുടങ്ങും. ഓക്കെ മക്കളെ, താങ്ക് യു.